മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി അന്തരിച്ചു. ഡൽഹിയിലെ സൈനിക ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. മകൻ അഭിജിത് മുഖർജിയാണ് പ്രണബ് മുഖർജിയുടെ മരണം അറിയിച്ചത്. അരനൂറ്റാണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഭരണരംഗത്തും തിളങ്ങി നിന്ന നേതാവിനെയാണ് പ്രണബ് മുഖർജിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായത്. സംസ്കാര ചടങ്ങുകൾ നാളെ ഡൽഹിയിൽ നടക്കും. സരുൺ ജോസ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സരുൺ, എപ്പോഴാണ് ഭൗതിക ശരീരം ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നത്? മറ്റ് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ? സംസ്കാര ചടങ്ങുകൾ എപ്പോഴത്തേക്കാണ് ക്രമീകരിച്ചിട്ടുള്ളത്? ദിവ്യ, വൈകിട്ട് 5:30 ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ അഭിജിത് മുഖർജിയാണ് ട്വിറ്ററിലൂടെ മരണവാർത്ത അറിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ഡൽഹിയിൽ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നാളെ രാവിലെ 9 മണിക്ക് സൈനിക ആശുപത്രിയിൽ നിന്നും മൃതദേഹം അദ്ദേഹത്തിന് ഡൽഹിയിലെ വസതിയിലേക്ക് എത്തിക്കും. പൊതുചടങ്ങുകളടക്കം പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും തീരുമാനം വന്നിട്ടില്ല. ഓഗസ്റ്റ് 10-നാണ് കുളിമുറിയിൽ തെന്നി വീണ പ്രണബ് മുഖർജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു. ഇതിനുവേണ്ടിയുള്ള ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് കോവിഡ് രോഗം ഭേദമാവുകയും ചെയ്തു. ഇതിനാൽ തന്നെയും എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിക്കുന്നതെന്ന കാര്യത്തിൽ ഇനിയും വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. നാളെയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും മറ്റ് ആഘോഷ പരിപാടികളൊന്നും ഔദ്യോഗിക ആഘോഷ പരിപാടികളൊന്നും ഉണ്ടാകില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. നാളെയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ. ശരി, സരുൺ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രണബ് മുഖർജിയെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അനുശോചിച്ചു. വിദ്യാർത്ഥി യുവജന രംഗത്ത് നിൽക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും എന്നും ഒരു താങ്ങും തണലുമായിരുന്നു പ്രണബ് ദാ. ആ വീട്ടിൽ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കടന്നു ചെല്ലാൻ കഴിയുന്ന അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു ഞാൻ. വളരെയേറെ വാത്സല്യം അദ്ദേഹത്തിൽ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് എന്നൊരു പ്രചോദനമായിരുന്നു ദാദാ. ഏത് സംശയം വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ആളായിരുന്നു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെയും ഇന്ത്യൻ ഭരണഘടനയുടെയും കരുത്തുള്ള സംരക്ഷകനായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും. 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിനും കോൺഗ്രസ് ഗവൺമെന്റുകൾക്കും ശക്തിയായ രക്ഷാകവചം തീർത്ത നേതാവാണ് അദ്ദേഹം. സമാനതകളില്ലാത്ത, പകരക്കാരനില്ലാത്ത നേതാവ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതൊരു അതിശോക്തിപരമായിരിക്കത്തില്ല. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന കാലത്താണ് ആദ്യമായി അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും. പിന്നീട് ഒരുപാട് സന്ദർഭങ്ങളിൽ ആ ബന്ധം കൂടുതൽ ഊഷ്മളമായി മാറി. പാർലമെന്റിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ്, ഓരോ വിഷയത്തെക്കുറിച്ചും ആധികാരികമായി അദ്ദേഹം പറയുന്നത്, ഇടപെടുന്നത് ഒക്കെ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞൊരു മാതൃകയായിരുന്നു എന്ന് എടുത്തു പറയാൻ സാധിക്കും. അദ്ദേഹം 80-ൽ എറണാകുളത്ത് നേവൽ ബേസ് എയർപോർട്ടിൽ വരുമ്പോൾ അദ്ദേഹം കോമേഴ്സ് മിനിസ്റ്ററാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന നിലയിൽ അദ്ദേഹത്തെ പോയി സ്വീകരിക്കുന്നു. അത് കരുണാകരനാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അന്ന് തുടങ്ങിയ ബന്ധം. ഞാൻ 84-ൽ പാർലമെന്റ് അംഗമായി ചെല്ലുമ്പോൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അദ്ദേഹത്തെ കാണപ്പെടുകയും വളരെ ശക്തമായ സ്നേഹപൂർണമായ ഒരു ബന്ധമായിരുന്നു. എല്ലാവരോടും രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വലിയ ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥിരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ധാരാളം നേതാക്കന്മാരുമായിട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. കേരള പ്രശ്നങ്ങൾ, അത് രാഷ്ട്രീയ പ്രശ്നങ്ങളാണെങ്കിലും കേരളത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഈ നിര്യാണം രാജ്യത്തിനും കോൺഗ്രസിനും വലിയ നഷ്ടമാണ്. രാഷ്ട്രപതി എന്നുള്ള നിലയിൽ അദ്ദേഹം അനുഷ്ഠിച്ച സേവനം എന്നുള്ള നിലയിലേക്കാൾ കൂടുതൽ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലാണ് പ്രണബ് കുമാർ മുഖർജിയെ ശ്രദ്ധേയമാക്കിയത്. ഏതായാലും രാഷ്ട്രപതി സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം മഹത്വം കാത്തു സൂക്ഷിക്കുന്ന വിധത്തിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചു എന്നത് പ്രണബ് കുമാർ മുഖർജിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എടുത്തു പറയുന്നതിന് കാര്യമാണ്. രാജ്യത്തിന് വേണ്ടി വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയപ്പോൾ ഇന്ത്യയെ പിടിച്ചു നിർത്തിയ
ധനകാര്യ വൈദഗ്ധ്യമുള്ള നമ്മുടെ തലയെടുപ്പുള്ള നേതാവാണ് നഷ്ടമായിരിക്കുന്നത്. പ്രസിഡന്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ദീർഘകാലം മന്ത്രിസഭയിലിരുന്ന് അതേപോലെ രാഷ്ട്രീയ പദവികളിലിരുന്ന് നൽകിയ സംഭാവനകളാണ് ഇന്ത്യ എന്നും ഓർക്കുക. ഈ രാജ്യം അദ്ദേഹത്തെ കാണാൻ പോകുന്ന നല്ലൊരു ഭരണാധികാരി, നല്ലൊരു സാമ്പത്തിക വിദഗ്ധൻ. 40 വർഷത്തോളം നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി, ധനകാര്യ വകുപ്പിനെ നിയന്ത്രിച്ചത് അദ്ദേഹമായിരുന്നു. വളരെ അഗാധമായ അറിവായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന സാമ്പത്തികത്തെ പറ്റി. അപ്പോൾ ധാരാളം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു. അപ്പോൾ വളരെ നല്ല മെമ്മറിയായിരുന്നു അദ്ദേഹത്തിന്. ഇപ്പോൾ ഒരു ഫയൽ ഇത് കണ്ടാൽ അത് 20 വർഷം കഴിഞ്ഞ് ആ വിഷയം തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ വന്നാൽ അദ്ദേഹം പറയുമായിരുന്നു, 20 വർഷം മുമ്പ് ഇന്ന ഫയൽ ഈ വിഷയത്തിൽ ഞാൻ ഇന്നതാണ് എഴുതിയിരുന്നത് എന്ന് ഓർക്കാനുള്ള, ആ ചിന്തിക്കാനും കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യാനും ഒക്കെ വളരെ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. പ്രണബ് കുമാർ മുഖർജിയുടെ വിയോഗത്തിലൂടെ രാജ്യത്തിന് നഷ്ടമായത് മികവുറ്റ ഭരണാധികാരിയാണെന്ന് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭരണരംഗത്ത് സമാനതകളില്ലാത്ത അനുഭവ സമ്പത്തിന്റെ ഉടമയായിരുന്നു പ്രണബെന്നും ഗവർണർ തന്റെ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. In the demise of Bharat Ratna Shri Pranab Mukherjee, India has lost one of its most distinguished son, a fine public servant and a man of knowledge and wisdom. Personally, I had the good fortune to have worked with him during my young days, and I must say I benefited immensely from him. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൃത്യം നൂറ്റാണ്ടാണ് പ്രണബ് മുഖർജി നിറഞ്ഞു നിന്നത്. 1969 ഇന്ദിരാഗാന്ധി നിർദ്ദേശിച്ചതോടെ കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലെത്തിയ പ്രണബ് പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി. സംഭവ ബഹുലമായിരുന്നു ആ രാഷ്ട്രീയ ജീവിതം. 3 members of the Congress Working Committee, Sri Sharad Pawar, Sri P.A. Sangma, Sri Tariq Anwar have been expelled from the primary member of Indian National Congress. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറായി പ്രണബ് മുഖർജി മാറിയ നിമിഷം ഇതായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ശരത് പവാർ, P.A. സാങ്മ, താരിഖ് അൻവർ എന്നീ 3 കൊലകൊമ്പന്മാരെ ഒറ്റയടിക്ക് പുറത്താക്കിയ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ സോണിയ നയിച്ച കോൺഗ്രസിലെ അവസാന വാക്കായി പ്രണബ് ദാ മാറി. I, A.K. Antony, do solemnly affirm that I will bear true faith and allegiance to the Constitution. ഒന്നാം UPA സർക്കാരിന്റെ വഴി മാറ്റിവിട്ടത് ഈ അധികാരമാറ്റമായിരുന്നു. പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് A.K. ആന്റണി, പ്രതിരോധ മന്ത്രി സ്ഥാനത്തു നിന്ന് പ്രണബ് ധനമന്ത്രാലയത്തിലേക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൈവിട്ടിട്ടും ജനപിന്തുണ നേടിയ പദ്ധതികൾ നടപ്പാക്കിയത് പ്രണബ് മുഖർജിയായിരുന്നു. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ 2008 ഇന്ത്യയിലെ സാധാരണക്കാർ അതറിഞ്ഞില്ലെങ്കിൽ കാരണം തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു. 1.5 ലക്ഷം കോടി രൂപയാണ് 2009 തെരഞ്ഞെടുപ്പിന് മുൻപ് തൊഴിലുറപ്പിലൂടെ വിതരണം ചെയ്തത്. രണ്ടാം UPA സർക്കാരിലേക്ക് കോൺഗ്രസിനെ നയിച്ച പ്രണബ് വീണ്ടും ധനമന്ത്രിയായി. 2012 കോൺഗ്രസ് ആ നിർണായക തീരുമാനമെടുത്തു. രാഷ്ട്രപതിയായി പ്രണബ് ദാ. എതിരായി മത്സരിച്ചത് പുറത്താക്കിയെന്ന് പ്രണബ് പ്രഖ്യാപിച്ച P.A. സാങ്മ. 70% വോട്ട് നേടി രാഷ്ട്രപതി പദത്തിലേക്ക്. Now they have entrusted me with a responsibility to protect, to defend, to preserve the Constitution as President of the Republic. കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അച്ചുകൂടത്തിൽ നിന്നുള്ള മോചനം കൂടിയായിരുന്നു പ്രണബിന് ആ നിമിഷം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 8. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തൻ, പിന്നാലെ രാജീവ് ഗാന്ധിയുടെ ഒന്നാമത്തെ ശത്രു, ശേഷം സോണിയാഗാന്ധിയുടെ കോൺഗ്രസിലെ തന്ത്രജ്ഞൻ. ഏറെ സങ്കീർണതകൾ നിറഞ്ഞതാണ് പ്രണബിന്റെ കോൺഗ്രസ് രാഷ്ട്രീയം.
ഇന്ദിരാഗാന്ധി 1969 കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് കൂട്ടിയതാണ് പ്രണബിനെ. മിഡ്നാപൂരിൽ VK കൃഷ്ണമേനോന്റെ തെരഞ്ഞെടുപ്പ് നയിച്ച യുവ നേതാവിനെ തൊട്ടു പിന്നാലെ ഇന്ദിര ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. അതോടെ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാതെ നേരിട്ട് രാജ്യസഭയിലെത്തി ആ 34-കാരൻ. അവിടെ തീർന്നില്ല വിശ്വാസത്തിന്റെ ഉറപ്പ്. 1973 കേന്ദ്രമന്ത്രി. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരയുടെ മന്ത്രിസഭയെ ചലിപ്പിച്ച മന്ത്രിമാരിൽ പ്രമുഖൻ. 1975-81 വർഷങ്ങളിലും രാജ്യസഭയിൽ. ഇന്ദിര ഭരിച്ചപ്പോഴൊക്കെ കേന്ദ്രമന്ത്രി. പക്ഷേ രാജീവിന്റെ കാലം എത്തിയതോടെ ആ ബന്ധം അവസാനിച്ചു. പ്രണബ് പുറത്തുപോയി, സ്വന്തം പാർട്ടി ഉണ്ടാക്കി. രാഷ്ട്രീയ സമാജ്വാദി കോൺഗ്രസ് എന്ന ആ പാർട്ടി 3 വർഷത്തിന് ശേഷം പിരിച്ചുവിട്ടു. പിന്നീട് രാജീവിന്റെ മരണം. പിന്നാലെ കോൺഗ്രസിൽ മടങ്ങിയെത്തിയ പ്രണബിനെ നരസിംഹറാവു ആസൂത്രണ സമിതിയുടെ തലപ്പത്ത് നിയമിച്ചു. ഇന്ത്യയുടെ ഉദാരവൽക്കരണത്തിന്റെ ചുക്കാൻ പിന്നിൽ നിന്ന് നിയന്ത്രിച്ച പ്രണബ് അതേ മന്ത്രിസഭയുടെ കാലത്തു തന്നെ വിദേശകാര്യമന്ത്രിയുമായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എന്തുകൊണ്ട് പ്രണബ് രാജീവ് ഗാന്ധിയുമായി പിണങ്ങി? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ അമ്പരപ്പുകളിലൊന്നാണ് രാജീവ് ഗാന്ധിയും പ്രണബ് മുഖർജിയുമായുള്ള പിണക്കം. ഇന്ദിര വെടിയേറ്റു മരിക്കുമ്പോൾ പ്രണബും രാജീവ് ഗാന്ധിയും ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ രാംനഗറിൽ ആയിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു രാജീവ് ഗാന്ധി. ഇന്ദിരയ്ക്ക് വെടിയേറ്റ വിവരം സുരക്ഷാ സൈനികർ അറിയിച്ചത് പ്രണബിനെയാണ്. പോലീസ് വയർലെസ്സിൽ നിന്നുള്ള ആ സന്ദേശം രാജീവ് ഗാന്ധിയെ അറിയിച്ചതും പ്രണബ് മുഖർജിയാണ്. രാജീവിനൊപ്പം പ്രണബ് ഡൽഹിയിലേക്ക് തിരിച്ചു. ആ വിമാനത്തിൽ വെച്ചു തന്നെ ബൽറാം ചാക്കർ, GK ചൗധരി, ശ്യാംലാൽ യാദവ്, ഷീലാ ദീക്ഷിത് എന്നിവർ ചേർന്ന് ആ തീരുമാനമെടുത്തു. രാജീവ് ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകണം. രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ് വിദേശത്തായിരുന്നു. ഉപരാഷ്ട്രപതിയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള രാജീവിന്റെ തീരുമാനം പ്രണബ് തടഞ്ഞു. നിയമപരമായി ശരിയല്ല എന്നായിരുന്നു വാദം. പ്രണബ് ഇടക്കാല പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ചു എന്ന് അതോടെ വ്യാപക പ്രചാരണമുണ്ടായി. ഇടക്കാല മന്ത്രിസഭയിൽ പ്രണബ് ഇല്ലാതെ ഭൂട്ടാ സിംഗ്, നരസിംഹറാവു, ശിവശങ്കർ എന്നിവരെ മന്ത്രിമാരാക്കി രാജീവ് അധികാരമേറ്റു. 1984 വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്നപ്പോഴും രാജീവ് ഗാന്ധി പ്രണബ് മുഖർജിയെ ഉൾപ്പെടുത്തിയില്ല. മന്ത്രിസഭയുടെ അവസാനത്തെ പേര് പ്രഖ്യാപിക്കുന്നതുവരെ AICC ഓഫീസിലിരുന്ന പ്രണബ് അന്ന് ഇറങ്ങിപ്പോയി. സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ചു, രാഷ്ട്രീയ സമാജ്വാദി കോൺഗ്രസ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രണബ് മുഖർജിയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്ക് സന്ദർശിക്കുക malayalam.news18.com. ഇടവേള. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. കേരള കോൺഗ്രസിലെ ചിഹ്നത്തർക്കത്തിൽ PJ ജോസഫിന് തിരിച്ചടി. 2 ചിഹ്നത്തിന്റെ അവകാശം ജോസ് കെ മാണി വിഭാഗത്തിനെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാർട്ടിയുടെ പേരും ജോസ് വിഭാഗത്തിന് ഉപയോഗിക്കാം. തീരുമാനത്തിനെതിരെ അപ്പീൽ പോകുമെന്ന് PJ ജോസഫ് വ്യക്തമാക്കി. അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകാന്തമല്ല തീരുമാനം. അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള പശ്ചാത്തലത്തിൽ തന്നെ അടിയന്തരമായി അപ്പീൽ സമർപ്പിക്കുന്നതാണ്. കോടതിയിൽ അപ്പീൽ പോകുന്നതാണ്. ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നതാണ്. മാണി സാറിനെ കുതിരച്ചിഹ്നം നഷ്ടപ്പെട്ടിട്ടാണല്ലോ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 2 ചിഹ്നം എടുത്തത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി G. ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, UDF-ഉമായി പൂർണ്ണമായും ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ജോസ് പക്ഷത്തിന് വലിയൊരു നേട്ടം. പാർട്ടിയുടെ പേര് ഉപയോഗിക്കാം, 2 ചിഹ്നത്തിന്റെ അവകാശവും. പക്ഷേ PJ ജോസഫിനെ സംബന്ധിച്ച് ഇത് എത്രത്തോളം വലിയ തിരിച്ചടിയായിരിക്കുന്നു? കേരള കോൺഗ്രസിലെ യഥാർത്ഥ കേരള കോൺഗ്രസ് ആരെന്ന തർക്കം ഇരുപക്ഷവും വലിയ രീതിയിൽ തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഉയർത്തിയിരുന്നതാണ്. അത്തരത്തിലൊരു വലിയ പോരാട്ടം നടന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായ തിരിച്ചടിയുടെ ആഴവും അത്രത്തോളം വലുത് എന്ന് തന്നെ പറയേണ്ടി വരും. ഉടൻ തന്നെ അപ്പീൽ സമർപ്പിക്കുമെന്ന് PJ ജോസഫ് പറഞ്ഞെങ്കിൽ പോലും താൽക്കാലികമായി ഉണ്ടായ വിജയം പോലും, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജയം പോലും തീർച്ചയായും വലിയ തിരിച്ചടി എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു മുന്നണിയിലും ഇല്ലാത്ത സാഹചര്യമാണ് ജോസ് കെ മാണിയെ സംബന്ധിച്ചുള്ളത്. ജോസ് കെ മാണിക്ക് ഏത് മുന്നണിയിലേക്ക് പോകണമെങ്കിലും ഈ ഒരു പാർട്ടിയിലെ അസ്തിത്വം വളരെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2 അണികൾക്കും
കെ എം മാണിയുടെ തുടർച്ച ആര് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകുന്ന വിധി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് അണികളെ ഒപ്പം നിർത്താനും മറ്റ് നേതാക്കളെ ഒപ്പം നിർത്താനും അടക്കം ഇത് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇപ്പോൾ തന്നെ വിജയാഹ്ലാദങ്ങൾ ജോസ് കെ മാണിയുടെ വീട്ടിൽ തുടങ്ങിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, തോമസ് ചാഴിക്കാടൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജോസ് കെ മാണിയെ നേരിട്ട് കണ്ട് സന്ദർശിച്ച് ഇക്കാര്യത്തിലുള്ള ആഹ്ലാദം പ്രകടിപ്പിച്ചു. ജോസ് കെ മാണിയുടെ പ്രതികരണം ഇത് വലിയ വിജയം എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് കെ എം മാണിയുടെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചവർക്കേറ്റ കനത്ത തിരിച്ചടിയാണ്. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർക്ക് കിട്ടിയ ഓണസമ്മാനമാണിതെന്നും ജോസ് കെ മാണി പറയുന്നു. എന്തായാലും നാളെ കേരള കോൺഗ്രസ് എം എന്ന നിലയിൽ തന്നെ ജോസ് കെ മാണിയുടെ ആദ്യ യോഗം കോട്ടയത്ത് ചേരുന്നുണ്ട്. അതിനുശേഷം ഏതാണ്ട് രാവിലെ തന്നെ ഉച്ചയ്ക്ക് മുന്നോടിയായി തന്നെ ജോസ് കെ മാണി മാധ്യമങ്ങളെ വിശദമായി കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദിവ്യ, വീഡിയോ ആണേ ഉപ്പേരുടെ അടുത്ത് ആത്യന്തികമായി സത്യം വിജയിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് എന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഈ വിധി നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് യഥാർത്ഥ കേരള കോൺഗ്രസ് എം ആണ് എന്നുള്ള ആണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി. മാണി സാറിൻ്റെ വേർപാടിന് ശേഷം മാണി സാറിൻ്റെ രാഷ്ട്രീയത്തെയും മാണി സാറിൻ്റെ പ്രസ്ഥാനത്തെയും ഹൈജാക്ക് ചെയ്യാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കെതിരെയുള്ള ഒരു തിരിച്ചടിയാണ് ഇന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ വിധി. തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ കൊല്ലപ്പെട്ട 2 ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മൃതദേഹം ഖബറടക്കി. കനിങ്കമുഖം യൂണിറ്റ് പ്രസിഡന്റ് ഹക്ക് മുഹമ്മദ്, മിഥിലാജ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ ഷജിത്ത് അടക്കം 7 പേരെ പോലീസ് പിടികൂടി. വിവരങ്ങളുമായി വി എസ് അനു ചേരുകയാണ്. അനു, ഇരുവരുടെയും മൃതദേഹം ഖബറടക്കിയിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? അന്വേഷണം ഇപ്പോൾ എവിടെ വരെയായി? കൊല്ലപ്പെട്ട CPM പ്രവർത്തകരായ ഹക്ക് മുഹമ്മദ്, മിഥിലാജ് എന്നിവരുടെ മൃതദേഹങ്ങൾ അല്പസമയം മുമ്പാണ് ഖബറടക്കിയത്. ഹക്ക് മുഹമ്മദിന്റെ മൃതദേഹവും മിഥിലാജിന്റെയും 2 പള്ളികളിലായിട്ടാണ് ഖബറടക്കിയത്. നിരവധി പാർട്ടി പ്രവർത്തകർ വിലാപയാത്രയിൽ പങ്കെടുത്തു. നിരവധി ഇടങ്ങളിൽ CPM പ്രവർത്തകർ അന്തിമോപചാരം അർപ്പിച്ചു. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 7 പേരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. പക്ഷേ ഇതിൽ 2 പേർ മാത്രമാണ് കൃത്യത്തിൽ പങ്കെടുത്തത് എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. സ്വാഭാവികമായും നാളെ കൂടുതൽ പേരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് പോലീസ് പറയുന്നത്. ഇത് രാഷ്ട്രീയ കൊലപാതകം തന്നെയാണെന്ന് CPM ആവർത്തിക്കുമ്പോഴും കോൺഗ്രസ് അടക്കമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്നത് ഇത്തരം കാര്യമല്ല എന്നുള്ളത്. പക്ഷെ പോലീസും രാഷ്ട്രീയ കൊലപാതകം എന്ന കാര്യം തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് 2 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനടക്കം 7 പേർ പിടിയിൽ. കലിംഗമുഖം യൂണിറ്റ് പ്രസിഡന്റ് ഹക്ക് മുഹമ്മദ്, മിഥിലാജ് എന്നിവരെയാണ് കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് DIG സഞ്ജയ് കുമാർ ഗുരുഡിൻ വ്യക്തമാക്കി. എന്നാൽ രാഷ്ട്രീയ കൊലപാതകമാണെന്നായിരുന്നു SP-യുടെ നിലപാട്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു തേമ്പാൻമൂട് ജംഗ്ഷനിൽ വെച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഹക്ക് മുഹമ്മദിനും മിഥിലാജിനും നേരെ ആക്രമണമുണ്ടായത്. ബൈക്കിലും കാറിലും എത്തിയ സംഘം വളഞ്ഞിട്ട് വെട്ടുകയായിരുന്നു. മിഥിലാജ് സംഭവസ്ഥലത്ത് വെച്ചും ഹക്ക് മുഹമ്മദ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയും മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന ഷഹിനും പരിക്കേറ്റു. 8 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. ഇതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷജിത്ത് അടക്കം 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഖ്യപ്രതി സജീവനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുവെന്ന് DIG സഞ്ജയ് കുമാർ ഗരുഡിൻ വ്യക്തമാക്കി. രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നായിരുന്നു DIG-യുടെ പ്രതികരണം. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ കൺഫേം ആയിട്ട് പറയത്തുള്ളൂ. അത് അതേസമയം കൊലയ്ക്ക് കാരണം രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് SP B അശോകൻ വ്യക്തമാക്കി. ഷജിത്ത് എന്ന് പറഞ്ഞ ആൾ ഇതിനെ ഈ കൊലപാതകം നേരിട്ട് നടപ്പാക്കിയ സംഘത്തിലുള്ളതാണ്.
പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടിക്കലാശത്തിന് പിന്നാലെ മേഖലയിൽ സംഘർഷം തുടങ്ങിയിരുന്നു. കേസിൽ പിടിയിലായ അൻസാറും ഷജിത്തും നേരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകം ആസൂത്രിതമെന്ന് ദൃക്സാക്ഷി. ബൈക്കിൽ പോയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസുകാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചുവെന്നും ദൃക്സാക്ഷി ഷഹീൻ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. രാത്രി 11 മണിയോടെ വെഞ്ഞാറമൂടിന് സമീപം തേമ്പാമൂട് വെച്ചായിരുന്നു ആക്രമണം. ബൈക്കിൽ പോയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് നേതാവ് സജീവ പേരെടുത്ത് വിളിച്ചു. വിളിച്ചത് ആരാണെന്നറിയാൻ ബൈക്ക് നിർത്തിയ ശേഷമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചതിവ് തിരിച്ചറിഞ്ഞത്. ഇതിനിടെ മിഥിലാജിന്റെ കോളറിൽ സജീവ കടന്നുപിടിച്ചു. ഇത് കണ്ട ഹക്ക് മുഹമ്മദും ബൈക്കിൽ നിന്ന് ഇറങ്ങി. നമ്മൾ പോകുന്ന സമയത്ത് കറക്റ്റ് അവിടെ, കാരണം വെച്ചാൽ ഒരു 11 മണിയൊക്കെ ആവും, 11 മണി കഴിയും. എനിക്ക് കറക്റ്റ് സമയത്ത് അവരവിടെ എത്തുകയും ഒരു ഡേ എന്ന് വിളിച്ച് നമ്മൾ റോട്ടിൽ പോലും അല്ല നമ്മൾ വന്നപ്പോൾ കണ്ടത്. വിളിച്ച് മാറിയ ഡേ എന്ന് വിളിച്ച് നമ്മൾ തിരിഞ്ഞു വന്ന് ബാക്കിയുള്ളവരെ അങ്ങോട്ട് മാറ്റി നിർത്തി ഒളിപ്പിച്ച് നിർത്തിയും ഇത് സംഭവം കറക്റ്റ് പ്ലാൻ ആയിരുന്നല്ലോ. ഇരുട്ടിൽ മറഞ്ഞു നിന്ന യൂത്ത് കോൺഗ്രസ് സംഘം മിഥിലാജിനെയും ഹക്ക് മുഹമ്മദിനെയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു. സജീവാണ് ആദ്യം വടിവാൾ ഉപയോഗിച്ച് ഹക്ക് മുഹമ്മദിനെ വെട്ടിയത്. അക്രമികളിൽ നിന്ന് ഇരുവരെയും രക്ഷിക്കാൻ കല്ലെറിഞ്ഞെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ദൃക്സാക്ഷി ഷഹീൻ വെളിപ്പെടുത്തി. കുത്തേറ്റ് നിലത്തുവീണ മിഥിലാജിനെയാണ് ആദ്യം ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഹക്ക് മുഹമ്മദിനെ രണ്ടാമതായും ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ലെന്നും ദൃക്സാക്ഷി പറഞ്ഞു. കാർ വന്ന് നമുക്കറിയാവുന്നൊരു കാർ വന്നപ്പോൾ ആ സമയത്ത് മിഥിലാജൊക്കെ വീണു, തറയിൽ കിടന്നുള്ളൂ. അങ്ങനെയൊക്കെ എടുത്ത് ആ കാറിൽ കയറ്റി ഒരു വെയിനും കയറ്റിവിട്ട് പറഞ്ഞു വിട്ടു. പിന്നെ പിറകെ നിന്നൊരു ഇന്നോവ കാർ വന്നു. അതിൽ ഹക്ക, പിന്നെ മിഥിലാജ് പോയതിനു ശേഷം ഹക്കൊക്കെ തറയിലോട്ട് വീഴണത്. അപ്പോൾ ഹക്കൊക്കെ പൊക്കിയെടുത്ത് ആ കാറിൽ കയറ്റി പറഞ്ഞു വിട്ടു. കോൺഗ്രസ് ഭൂരിപക്ഷ പ്രദേശമായ തേമ്പാമൂട്, പുല്ലാമ്പാറ എന്നിവിടങ്ങളിൽ നിന്ന് ധാരാളം യുവാക്കൾ ഡിവൈഎഫ്ഐയിൽ ചേർന്നിരുന്നു. ഇതിനെ തുടർന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിരവധി തവണ ഡിവൈഎഫ്ഐ CPM പ്രവർത്തകരെ ആക്രമിച്ചിരുന്നുവെന്നും എല്ലാത്തിനും സാക്ഷിയായ ഷഹീൻ വെളിപ്പെടുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.